ഇത്രയും നാൾ ഇതുവഴി വരായിരുന്നു എന്താ? ഞാൻ കിലോ കണക്കിന് സ്വർണം കാണും, 8 കണക്കിന് പണവും. ഈ വീട് ഞാനിങ് എടുക്കുക. എനിക്കിത് വേണം. അയ്യോ പാവം, എന്തൊരു ആത്മാർത്ഥത. സെക്യൂരിറ്റിമാരായ ഇങ്ങനെ തന്നെ വേണം. മാമനെ പോലുള്ള സെക്യൂരിറ്റിമാരാ ഞങ്ങൾ കള്ളന്മാരുടെ വീടിന്റെ ഐശ്വര്യം. പാവം, പുതയ്ക്കാൻ പോലും മറന്നുപോയി. തണുത്ത് വറച്ചിരിക്കുകയാണ്. മോയെ, തണുത്ത് വറച്ചിരിക്കാതെ ഇത് പുതച്ചിരുന്നോ കേട്ടോ, ചാച്ചിക്കോട്ടാ. കൊള്ളാം, നല്ല ഉത്തരവാദിത്തം. കുത്തിയിട്ടിട്ടില്ല, കൊളുത്തുവിട്ടിട്ടില്ല. വീട്ടുകാരെ ഇങ്ങനെ വേണം. ഇതെന്താ ടൈം പീസ് പിടിച്ചിരുന്ന് ആലോചിക്കുന്നു? അതും ഈ നട്ടപ്പാതിരിക്കും. പണി പാളി. ഇവിടുന്ന് വേറൊരു പണിയില്ലേ? നട്ടപ്പാതിരി കല്ലാറം വെച്ച് കളിക്കുന്നു. ശവം ഒറ്റ കുത്തു നട്ടു. ഇവനൊക്കെ മെനക്കെടുത്താൻ വേണ്ടി. ഇനി ഇവിടുന്ന് ശരിയാവില്ല. അലാറം കേട്ട് അയലത്തുകാരോട് ഇറങ്ങി വരും. സ്ഥലം വിട്ടേക്ക്, അതാ നല്ലത്. ഇന്ന് നിനക്ക് ലീവ്, നിനക്ക് പണി നാളെ. ഇന്ന് റെസ്റ്റ് എടുത്താട്ടാ. ശ്രീയേട്ടാ, ശ്രീയേട്ടാ, ഒന്ന് എണീറ്റേ. ശ്രീയേട്ടാ, ഒന്ന് എണീക്കാൻ. എന്താ, എന്തു പറ്റി? നീ ഇതൊരു ഉറങ്ങിയില്ലേ? ഓ, ഇതുപോലൊരു ഉറക്കപ്രാന്തൻ. ശ്രീയേട്ടാ, ആരുടെ അലാറം അടിച്ചു? അലാറോ? ഈ പാതിരാത്രിയിലോ? അതെ, 2-3 വട്ടം അടിച്ചു. ദേ, കേട്ടില്ലേ? ഇതാരാ ഈ പാതിരാത്രിക്ക് ഉണർന്നിരുന്ന അലാറം അടിക്കുന്നത്? ഇങ്ങനെയുള്ള ഭ്രാന്ത് ഈ വീട്ടിൽ ഒരാളെ കാണിക്കും. അതാരാ? DK, അല്ലാതാരാ? DK? ശ്രീയേട്ടാ, ഇത് DKയുടെ പരിപാടി തന്നെയാ. ഈ പച്ച പാതിരാക്ക് ഉറക്കമില്ലാത്ത ഭൂതത്തെ പോലെ ഞങ്ങളുടെ അമ്മായി അച്ഛനിത് എന്തിനുള്ള പുറപ്പാടാണോ? വാ നോക്ക്. എനിക്ക് ഉറക്കം വരുന്നു, നീ പോയി നോക്കിട്ട് വാ. ഈ നട്ടപ്പാതിരിക്ക് ആരാണോ ഇങ്ങനെ അലാറം അടിച്ചോണ്ടിരിക്കുന്നത്? അത് പോയി നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. അതാ പറഞ്ഞത്, നീ കൂടെ വരാൻ. പോയി നോക്കാം, വാ. താരേ, താരേ, എടി ഒന്ന് എണിക്ക് താരേ. ഏതാണ്ട് സീരിയസ് മാറ്റർ എന്നാ തോന്നുന്നത്. താരേ, ഒന്ന് എണിക്ക. അയ്യ, നല്ല സെക്യൂരിറ്റി. ഇത്രയും പ്രാവശ്യം അവിടെ അലാറം കേട്ട് എന്നിട്ട് അറിഞ്ഞ അതെങ്ങനെ? അലാറത്തിന്റെ മുകളിലല്ലേ ഇയാളെ കൂർക്കം വലി. വീണ്ടും അലാറോ? ഇതിന്റെ ഫോണാണത്. ഇത് ഞാൻ ഓഫ് ചെയ്ത് വെച്ച് തുടങ്ങി. എന്തൊരു ടോർച്ചറാ ബാലു ഇത്. ഈ DK പിടിച്ച വല്ല കുതിരവട്ടത്തെ ഊളം മറയിലോ കൊണ്ടുപോയി ഷോക്ക് എടുപ്പിക്കണം. അതാ ചെയ്യേണ്ടത്. ഇങ്ങനൊരു സാഡിസ്റ്റ് ഈ ലോകത്ത് വരെ കാണില്ല. എടോ, താനൊന്ന് സമാധാനപ്പെട്. അതൊക്കെ നമുക്ക് താഴെ ചെന്ന് DKയോട് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം.
വാട്ട് മൈ സൺ? മൈ സ്ലീപ് ഫുൾ ഗോ. ടൈം ലുക്ക് ദേവ. അർദ്ധരാത്രിയായി. എന്തു പറ്റി ഡി കെ? സമയം 1:30 ഈ സമയത്ത് സമയത്തിനെന്താ കുഴപ്പം? കുറച്ചുകൂടി കഴിഞ്ഞാൽ നേരം പുലരും. ആരെങ്കിലും വീട്ടിൽ വന്നാൽ നാണം കിടന്നത് ഞാനാ. അല്ല, ഈ പാതിരാത്രിക്ക് ആര് വരാനാ? ഈ സമയത്ത് വരുന്നവരാരായാലും അവർക്കൊരു മര്യാദ ഇല്ലാത്തവരായിരിക്കും. വരുന്നവരുടെ മര്യാദ അവിടെ നിൽക്കട്ടെ. ചെയ്യേണ്ട ജോലി സമയത്ത് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ പാതിരാത്രി ഉറക്കം നഷ്ടപ്പെടും. മനസ്സിലായോ? എന്ത് ജോലി? ഏൽപ്പിച്ച ജോലികളെല്ലാം ഓഫീസ് ടൈമിന് മുമ്പ് തന്നെ ഞങ്ങൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഞങ്ങളോട് 3 പേരോടും ഒരു ജോലിയും ചെയ്യാൻ ഡി കെ പറഞ്ഞിരുന്നില്ലല്ലോ. അതെ, ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടുമില്ല, ഞങ്ങളൊന്നും മറന്നിട്ടുമില്ല. ഈ വീട്ടിലെ കോളിംഗ് ബെൽ വർക്ക് ആവുന്നില്ല. വരുന്നവർ വാതിലിൽ തട്ടുവിളിക്കല്ല, കോളിംഗ് ബെൽ അടിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഈ രാത്രിയിൽ ആര് വരുമെന്നാ നീ പറയുന്നേ? നീ ആരെങ്കിലും കാത്തിരിക്കുകയാണോ? ടെൽ മൈ സൺ. രാത്രി വരുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, പകല് വരുന്നവരുടെ കാര്യമാണ്. അത് ഈ പാതിരാത്രിക്ക് തന്നെ പറയണോ മോനെ? ലുക്ക്, എല്ലാവരുടെയും സ്ലീപ്പ് പോയി. രാവിലെ പറഞ്ഞാ പോരായിരുന്നോ? രാവിലെ പറഞ്ഞാൽ വൈകുന്നേരം വരെ സമയമുണ്ടെന്ന് പറയും. വൈകിട്ട് പറഞ്ഞാൽ നേരം പുലരട്ടെ എന്ന് പറയും. പക്ഷേ പാതിരാത്രിക്ക് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് പറഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് മറക്കില്ല. നേരം വെളുക്കട്ടെ ഡി കെ. ഇനി ഈ പാതിരാത്രിക്ക് ഒരു ഇലക്ട്രീഷ്യനെ എവിടെ നിന്ന് കിട്ടാനാ? സ്റ്റോപ്പ് ഇറ്റ്. മുടന്ന ന്യായങ്ങൾ പറയാൻ ഏത് കൊച്ചുകുട്ടിക്കും പറ്റും. പക്ഷേ സമയത്ത് കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്നതിലാണ് മിടുക്ക്. ഉത്തരവാദിത്വം എന്നത് ആരെങ്കിലും ആവർത്തി ചോദ്യത്തന്ന് പഠിക്കേണ്ട ഒന്നല്ല, അവനവൻ സ്വയം പഠിക്കേണ്ടതാ. പോത്തുപോലെ വളർന്നല്ലോ 3 പേരും. നിങ്ങൾക്ക് 3 ഭാര്യമാരുമുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് ഈ വീട്ടിലെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്ന് വന്നാൽ ആ ഉത്തരവാദിത്വമില്ലായ്മയ്ക്ക് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് കോളിംഗ് ബെൽ ശരിയാക്കിയിട്ട് ഉറങ്ങിയാൽ മതി. നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും. ഇതാണ് നിങ്ങൾക്കുള്ള പണിഷ്മെന്റ്. നട്ടപ്പാതിരക്ക് ഇത് ഭ്രാന്തല്ലാതെ വേറെന്താ? നേരം വെളുത്തിട്ടല്ലാതെ ഇനി എന്ത് ചെയ്യാൻ പറ്റും? അമ്മ എന്താ ഡി കെയോടൊന്നും പറയാത്തെ? അമ്മേ, എത്രയും വേഗം ഡി കെ ഒരു കല്യാണം കഴിപ്പിക്കണം. ഇല്ലെങ്കിൽ ഈ വീട്ടിൽ ആർക്കും പാതിരാത്രിയിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. വീട്ടിലെ സ്ത്രീകൾക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ അതല്ല. അമ്മയ്ക്ക് പ്രായമായി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളല്ലേ? നിങ്ങളുടെ അശ്രദ്ധയ്ക്ക് ഇപ്പൊ ഞങ്ങൾക്കും കൂടി ചീത്ത കിട്ടി. അങ്ങനെ ഉറക്കത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ പോവുക. അമ്മ രക്ഷപ്പെട്ടു. ഈ രാത്രി ഇനിയിപ്പോ എന്ത് ചെയ്യും? വെണ്ണക്കണ്ണ, ലുക്ക് മൈ സൺ. മനസ്സിലായില്ലേ? എന്റെ മോനെ നന്നായിട്ട് നോക്കിക്കോണേന്ന്. കണ്ണാ, നിനക്ക് ഗോപികമാര് 16,008 ആയിരുന്നില്ലേ? ലുക്ക്, ഐ ആസ്ക് വൺ. ഒരാളെ, ഒരു ഗോപികയെ എന്റെ മോന് വിട്ടുകൊടുത്തുകൂടെ? ഓ, എന്തു പറഞ്ഞാലും ചുണ്ടും കൂട്ടിപ്പിടിച്ച് സ്റ്റൈലിലുള്ള നിപ്പ് മാത്രമേ ഉള്ളൂ. മോൾ കള്ളൻ.
ഇതുപോലെ രാത്രി തന്നെ കോളിംഗ് ബെല്ല് ശരിയാക്കി. പക്ഷേ ഇത് ആദ്യം ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. സ്വന്തം വീട്ടിലെ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഒരു കുടുംബം മുന്നോട്ട് നയിക്കും? ഇത് നിങ്ങൾക്കൊരു പാഠമാണ്. രാത്രി തന്നെ ഇലക്ട്രീഷ്യനെ വിളിച്ചു വരുത്തി കോളിംഗ് ബെല്ല് ഞങ്ങൾ ശരിയാക്കി. പക്ഷെ ഇതുവരെ ആരും വന്നില്ലല്ലോ. DK ഞങ്ങൾ പരീക്ഷിക്കായിരുന്നോ? ജീവിതം തന്നെ ഒരു വലിയ പരീക്ഷണമാണ് ചിത്ര. വേണ്ട സമയത്ത് അതിൽ ജയിക്കുന്നവർക്കേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ. മോനെ ദേവ, ആരാ വരാനുണ്ടെന്ന് നീ പറഞ്ഞേ? വരുമമ്മ, വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഫോണിൽ വിളിച്ചൂടെ? വിളിച്ചു, പക്ഷേ കിട്ടുന്നില്ല. പിന്നെ എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നാൽ നേരെ ഹോട്ടലിലേക്ക് വിട്ടേക്കണം. ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ? അതൊക്കെ ശരി. പക്ഷേ ഇന്ന് എന്റെ കൂടെ ക്ഷേത്രത്തിൽ വന്നിട്ട് നീ എവിടെയും പോകാവൂ. അമ്മേ, അത് നോ നോ എക്സ്ക്യൂസ് മൈ സൺ. ടെമ്പിൾ മാറ്റർ ഈസ് വെരി അർജന്റ്. ഒരു പ്രത്യേക വഴിപാടാ, എല്ലാവരും വേണം. ശരി, അമ്മയുടെ ഇഷ്ടം. കണ്ടോ മായച്ചി, രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് ആളെ വിളിച്ച് ശരിയാക്കിയിട്ട് ഒരു നല്ല വാക്കെങ്കിലും DK പറഞ്ഞോ? ഒരു കല്യാണം കഴിക്കുന്നതുവരെ DK ഇങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ അദ്ദേഹം എന്തു പറഞ്ഞാലും നമ്മൾ അനുസരിക്കണം. കാരണം നമ്മൾ അദ്ദേഹത്തിന്റെ മരുമക്കളാണ്. അത് ഓർമ്മ വേണം. എന്റെ എൽഡർ മരുമോള് പറഞ്ഞത് കറക്റ്റാ. ഈ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ 3 പേര് കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അമ്മേ, ഞങ്ങൾ ആരും കുട്ടികളല്ല. കുട്ടികളല്ല, അതെനിക്കറിയാം. പക്ഷേ കുട്ടികൾ ഇതുവരെ മാറിയിട്ടില്ല. വേഗം റെഡി ആയിട്ട് വാ, ക്ഷേത്രത്തിൽ പോകാനുള്ളതാ. അന്തം വിട്ട് കുന്തം മെഴുകി നിക്കണ്ട, ഒന്ന് മാറിക്കേ. ഇതെന്തു പറ്റി? ആരാ ചേച്ചിയുടെ തലേ കൂടി ഛർദിച്ചേ? ഈയടാ അവളുടെ ഒരു ചിരി. ദുഷ്ടത്തി. സത്യം പറയിച്ചി, ആരാ ചേച്ചിയുടെ ദേഹത്തോട് ഛർദിച്ചേ? അയ്യോ, ഇത് ഛർദിലൊന്നും അല്ല, ഇത് അമ്പലത്തിലെ പായസോ. അമ്പലത്തിലെ പായസോ? ഇതെങ്ങനെ ചേച്ചിയുടെ ദേഹത്തോട് വീണേ? അയ്യോ, ഒന്നും പറയണ്ട എന്റെ കൊച്ചേ. മനസ്സിന്റെ വിഷമം കാരണം ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോയതാ. എന്നിട്ട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് മണി അടിക്കാൻ നോക്കി. എന്തൊരു ഉയരത്തിലാ അമ്പലത്തിലെ ആ മണി കെട്ടിയിരിക്കുന്നറിയോ? അതടിക്കണമെങ്കിൽ അമിതാഭ് ബച്ചന്റെ ഉയരം വേണം. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കോ? ഒരൊറ്റ ചാട്ടം അങ്ങ് ചാടി. എന്റെ ഈശ്വരാ, ആ ഹിറ്റ്ലറുടെ ദേഹത്തോ? എന്നിട്ട് അയാൾ ചേച്ചി എന്തെങ്കിലും ചെയ്തോ? മോനെ, പൂജയ്ക്ക് സമയായി. മണി. ബേക്കറിക്കാരി, നീ എന്തായി കാണിച്ചത്? എന്നെ തേങ്ങ എറിഞ്ഞ് കൊല്ലാൻ നോക്കിയതാണോ? അല്ല, അത് ഞാനിങ്ങനെ. നിനക്ക് ബുദ്ധിയുണ്ടോടി അഹങ്കാരി? ബോധമുള്ള ആരെങ്കിലും ഈ പ്രവൃത്തി ചെയ്യോ? ഇതേ ദൈവത്തിന്റെ സന്നിധിയല്ലേ, ഇവിടെ ഇത്രയ്ക്ക് അഹങ്കാരം കാണിക്കുന്നു? അല്ലെങ്കിൽ ഇവളൊരു അഹങ്കാരിയാ. DKയുടെ ബർത്ത്ഡേ കോളമാക്കിയത് ഇവളല്ലേ? ഇവള് കാല് വെക്കുന്നിടം പാതാളത്തിലേക്ക് താണുപോകും. അമ്പലത്തിലെങ്കിലും ആൾക്കാരെ ഉപദ്രവിക്കാതിരുന്നൂടെ? അയ്യോ, സോറി, ഞാനൊന്ന് മനഃപൂർവ്വം ചെയ്തല്ല. ഞാൻ ആ ഹിറ്റ്ലറാ എന്റെ ദേഹത്തോടെ ഈ പായസം എടുത്ത് ഒഴിച്ചത്. എങ്ങനെ? നീ എന്ത് കരുതി ഇത് ഡിസ്കോ ക്ലബ് ആണെന്നോ അതോ മാർക്കറ്റ് ആണെന്നോ?
എടി, എന്റെ പിന്നാലെ വന്ന് എന്നെ അപമാനിക്കാനാണോ നിന്റെ ഉദ്ദേശം? അല്ല നിന്നെ എനിക്ക് വെറുപ്പാ. എന്റെ ദൈവമേ. I hate you. പോവാ, മാറിക്കേ. ഏയ്, അവിടെ നിൽക്കാൻ. ഏയ്, അവിടെ നിൽക്കാൻ. ഡി, അവിടെ. ആ ദേഷ്യത്തിന് ബാക്കി വന്ന പായസം ആ ഹിറ്റ്ലർ എന്റെ തലയിലും കൂടി തട്ടി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞ ആ ഹിറ്റ്ലറിനിപ്പോ ചേച്ചി അരച്ച് കലക്കി കുടിക്കാനുള്ള ദേഷ്യം കാണും. അതെ, അമ്മ അറിയണ്ട. അറിഞ്ഞാ പിന്നെ അത് മതി വഴക്കു പറയാൻ. ചേച്ചി പോയി വേഗം ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. ഞാനിന്നൊരു പുതിയ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഏത് ഐറ്റം? ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാ. ബ്രിട്ടീഷ് രാജകുമാരുടെ പിറന്നാളിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു റോയൽ സ്പെഷ്യൽ കേക്ക്. സത്യം പറഞ്ഞ കേക്കുകളുടെ രാജകുമാരി. ഇന്നത് പരീക്ഷിക്കുന്നതേ നമുക്ക് വേണ്ടി മാത്ര. നീ മിടിക്കുക. ലോകത്തുള്ള ഏത് രുചിയിലുള്ള കേക്കും നീ ഉണ്ടാക്കും. എന്നെ കൊണ്ടാവൊന്നും പറ്റില്ല. ഇങ്ങനെ ഓരോരോ മണ്ടത്തരങ്ങളിൽ ചെന്ന് ചാടി ചുമ്മാ മമ്മിയുടെ ചീത്ത കേൾക്കാൻ വേണ്ടിട്ട്. എന്റെ വിധി. എന്റെ ചേച്ചിക്കുട്ടി വിഷമിക്കണ്ട. ചേച്ചിയുടെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കും. പിന്നെ സത്യം, ചുറ്റിനും നിൽക്കുന്ന എല്ലാവരും, ഞാനും അമ്മയും അച്ഛനും അടക്കം അത്ഭുതത്തോടെ ചേച്ചി നോക്കി നിൽക്കുന്ന ഒരു ദിവസം വരും. ആഹാ, എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നീ ഒരു കാര്യം ചെയ്യ, കേക്ക് പോയി ഉണ്ടാക്കാൻ നോക്ക്. ഞാനേ ഈ പായസമൊക്കെ ഒന്ന് കഴുകിയിട്ട് വരട്ടെ. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോണം. അയ്യോ, അയ്യോ, എന്റെ ടവലെടുത്തില്ല. ആകെ കോളമായി. ഇല്ലില്ല, എല്ലാം അയ്യോ DK, ഇവന്മാരെല്ലാം കൂടി എന്താക്കുമെന്തോ. എന്റെ പൊന്നണ്ണന്മാരെ, ഇതുവരെ ഒന്ന് റെഡി ആയില്ലേ? എന്നെ കൊലയ്ക്ക് കൊടുക്കോ? എടോ DK വന്നു. ഓൾ സെറ്റ് അല്ലേ? അതെ DK. ഗുഡ്. ഓക്കെ. കൊള്ളാം, നന്നായിട്ടുണ്ട്. താങ്ക് യു സാർ. ഈ മാസത്തെ സാലറി നീ അടുത്ത വർഷം ഇതേ ദിവസം വന്ന് വാങ്ങിച്ചു. സാർ, വായിൽ വെക്കാൻ കൊള്ളില്ല. ഇതെങ്ങനെ ഞാൻ കസ്റ്റമേഴ്സിന് കൊടുക്കും? ബാലു, എന്താ ബാലു ഇത്? ദിവസം എന്നെ കൊണ്ട് ഇങ്ങനെ വഴക്ക് പറയിക്കണോ? ഇതൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് മാനേജ് ചെയ്തൂടെ? ദേ,
കൗണ്ടറിലിരുന്ന് പണം വേണ്ടി വാങ്ങുന്നതല്ല ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നതിലെ മിടുക്ക്. വരുന്ന കസ്റ്റമറുടെ വയറ് മാത്രമല്ല മനസ്സ് നിറയണം. ഇത് മാറ്റി പുതിയ ഉണ്ടായിക്കൊണ്ട് വാ. താങ്ക്സ്. ഇനി എന്നെ പരീക്ഷിക്കരുത്. പോയി വേറെ ഉണ്ടാക്കിക്കൊണ്ട് വാടേ. DKയുടെ ചീത്തവിളി കേൾക്കാൻ ബാലുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. പ്രിയ മമ്മി ഇവിടെ? അമ്മ അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാ. അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിന്നോ? എവിടുന്ന്? ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാൻ പോയ അച്ഛൻ കുറച്ചു മുമ്പ് അമ്മയെ ഫോണിൽ വിളിച്ചിരുന്നു. എന്നിട്ടെന്താ നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള വഴി ഏതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ. ഷോ എന്റെ ഈശ്വരാ, ഈ അച്ഛന്റെ ഒരു മറവി. എന്നിട്ട് ഫോൺ ചെയ്ത സ്ഥലത്ത് തന്നെ നിൽക്കാൻ പറഞ്ഞു അമ്മ. ഏതോ ഒരു കുരിശും തൊട്ടിയുടെ മുന്നിലാന്നാ പറഞ്ഞത്. അല്ല ചേച്ചി എങ്ങോട്ടാ? ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞില്ലേ ആ സിനിമയുടെ ഓഡിഷന് ഫോട്ടോ അയക്കുന്ന കാര്യം? ആ അതിനു വേണ്ടി നല്ല ഫോട്ടോസ് എടുക്കണം. പിന്നെ ആ ഹിറ്റ്ലറിന്റെ റെസ്റ്റോറന്റ് ഇല്ലേ, അവിടെ ഒന്ന് പോണം. ഹിറ്റ്ലറുടെ റെസ്റ്റോറന്റിലോ? പിന്നെ അല്ലാതെ